ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു ഇഞ്ചി തീയൽ ആയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ തീയലിലേക്ക് ഇത്ര ഇഞ്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം, അല്ലെങ്കിൽ നമ്മുടെ തീയൽ വേഗം കേടാവും. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാവേ. നമ്മുടെ ഇഞ്ചിയെല്ലാം എന്താ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് തന്നെ അരിയണം, എന്നാലേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അതും ഇതേപോലെ പൊടി പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞാണ്. പിന്നെ ഇത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടതാണ്, അത് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം തിളപ്പിച്ച് ആർച്ച വെള്ളത്തിൽ തന്നെ പുളി ഇടണം, പച്ചവെള്ളത്തിലിടരുത്. കറിയൊക്കെ വറക്കാനുള്ള തേങ്ങയാണ് ഇത്. ഈ തേങ്ങയിലേക്ക് നമുക്കൊരു 2 കഷ്ണം വെള്ളുള്ളിയും കൂടെ ഇട്ട് വേണം വറക്കാൻ. നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഒന്ന് ചൂടാകട്ടെ. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമ്മുടെ ഇഞ്ചി നമുക്ക് വറുത്ത് പോരാം. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ വറുത്ത് കഴിഞ്ഞ് ഇത് പാകമായി കഴിയുമ്പോൾ നല്ലത് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും, മുറി പോലെ. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് പൊടിക്കണം. പൊടിക്കണമെന്ന് പറഞ്ഞാൽ അരയ്ക്കാൻ പാടില്ലേ, അരയ്ക്കാതെ കൊണ്ട് കുറച്ച് കരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ആ എണ്ണയിലേക്ക് തന്നെയാണ് വറക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിം തന്നെ ഇട്ട് കൊടുക്കണം. തീ കൂട്ടിയിട്ട് വറക്കാനേ പാടില്ല, അപ്പം നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. നമ്മൾ തീയൽ വെക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ട് തന്നെ തേങ്ങ വറക്കണം. ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ വറക്കുന്നതിൽ ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ അരവിന് നല്ല ഒരു മണവും രുചിയൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും നമ്മൾ അരയ്ക്കുമ്പോഴേ. ഇനി എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. പക്ഷേ ഇത് അരയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം അഥവാ ഇനി അരയുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പുളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ തന്നെ അരയും, എന്നാലും അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വെള്ളം ഒരു ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ഈ നന്നായിട്ട് പൊടിച്ച ആ ഇഞ്ചി ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഒരു തരിതരിപ്പോടെ പൊടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മുടെ അരപ്പ് ഇതാ ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പകുതി അരപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ, കാരണം നമ്മുടെ ഒരു കൈ അളവിനാണ് നമ്മൾ തേങ്ങ വറുത്തിരിക്കുന്നത്. അപ്പം അരപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ഇട്ട് ഒന്ന് നോക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇടാവേ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിടണം. ഇനി നമ്മുടെ പുളി ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ അടുപ്പിപ്പോൾ ഓഫാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഇനി നമ്മൾ ഇതിന് തീ കൂട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്ക് തീ കത്തിക്കാവേ. നമ്മുടെ തീയലിലെ എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ഇച്ചിരി ശർക്കര, ഒരു ഇത്ര ശർക്കരയെ, ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഇഞ്ചിക്കൊരു കമർപ്പുണ്ടല്ലോ, അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയാണേലും കുഴപ്പമില്ല, പക്ഷേ ശർക്കരയാണ് അധികം നല്ലത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ശർക്കരയും കൂടെ ഇതൊന്ന് പിടിക്കട്ടെ.
നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ ഇഞ്ചിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 101 കൂട്ടം കറിക്ക് തുല്യമാണ് ഒരു ഇഞ്ചിത്തീയൽ. പഴയ ആൾക്കാർ പറയുന്ന കേട്ടോ. നിങ്ങളും ഒന്ന് ചെയ്തു നോക്കണേ. സദ്യയിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു തീയലാണ് ഇഞ്ചിത്തീയൽ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.